CJP പാർലമെന്റ് മാർച്ചിനിടെ പോലീസ് നടത്തിയ അതിക്രമങ്ങളിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിൽ വിശദമായ വാദം സുപ്രീം കോടതി ഇന്ന് കേൾക്കും. ദില്ലി പോലീസും കേന്ദ്രസേനയും കണ്ണീർ വാതകവും പെല്ലറ്റ് ഗണ്ണുകളും ഉപയോഗിച്ച് അതിക്രൂരമായി അടിച്ചമർത്താനാണ് ശ്രമിച്ചതെന്നാണ് ഹർജിയിലെ പ്രധാന ആരോപണം. ദില്ലി പോലീസിനും കേന്ദ്രസേനയ്ക്കുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് 3 ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. വിഷ്ണു തന്നെയാണ് നമ്മളോടൊപ്പം തുടരുന്നത്. വിഷ്ണു, നേരത്തെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട പോലീസ് അതിക്രമവുമായി ബന്ധപ്പെട്ട ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. ഇന്ന് വാദം നടക്കുന്നു. എന്താണ് വിവരങ്ങൾ? അക്ഷയ്, വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ വിശദമായിട്ടുള്ള വാദം ഇന്ന് കേൾക്കാമെന്നതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഹർജികൾ പരിഗണിച്ചിരുന്നു. ഈ പോലീസ് അതിക്രമത്തിനെതിരായിട്ടുള്ള ഹർജികൾ കോടതിക്ക് മുന്നിൽ വന്ന അതേ സാഹചര്യത്തിൽ തന്നെ ഈ പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ പോലീസുകാരുടെ ബന്ധുക്കൾ നൽകിയ ഹർജിയും സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തിയിരുന്നു. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എല്ലാ ഹർജികളും ഒരുമിച്ച് പരിഗണിക്കാമെന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് വിശദമായിട്ടുള്ള വാദം കേൾക്കലിലേക്ക് കടക്കാമെന്നതാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വലിയ വിശദമായിട്ടുള്ള വാദം നടക്കും. ആ വാദം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി പോലീസിനെതിരായിട്ടുള്ള ഹർജിയിൽ ഉയർത്തിക്കാട്ടുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ വലിയ അതിക്രമം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് നേരെ പെല്ലറ്റ് ഗണ്ണ് ഉപയോഗിച്ച സാഹചര്യമുണ്ട്, AK-47 ഉപയോഗിച്ച സാഹചര്യമുണ്ട്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടും. അതോടൊപ്പം തന്നെ വനിതാ വിദ്യാർത്ഥികളെയൊക്കെ തന്നെ പെൺകുട്ടികളെയൊക്കെ തന്നെ പുരുഷ പോലീസ് വലിയ രീതിയിൽ കയ്യേറ്റം ചെയ്തു. അതോടൊപ്പം തന്നെ ഈ വനിതകളായിട്ടുള്ള പെൺകുട്ടികൾക്കെതിരെ പുരുഷ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അതിക്രമങ്ങൾ ഉണ്ടായതായിട്ടും പല റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും ഉയർത്തിക്കാട്ടിയായിരിക്കും ഇന്ന് സുപ്രീം കോടതിയിൽ പോലീസിനെതിരായിട്ടുള്ള വാദങ്ങളൊക്കെ തന്നെ നിരത്തുക എന്നതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതോടൊപ്പം ഇന്നലെ ഹർജി പരിഗണിച്ച ആ സാഹചര്യത്തിൽ തുടക്കത്തിൽ തന്നെ ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാന വിഷയം, അല്ലെങ്കിൽ ദില്ലി പോലീസിനെതിരെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രതിഷേധിച്ചു അല്ലെങ്കിൽ സമരം നടത്തി എന്ന ഒറ്റ കാരണം കൊണ്ട് പോലീസിൻ്റെ നടപടികൾ അതിര് കടക്കരുത് എന്നൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ നിർദ്ദേശം കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതി നൽകിയിരുന്നു. അക്ഷയ്, വിഷ്ണു, ഇതോടൊപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ ആശുപത്രികളിൽ ഉള്ളവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് MP അടക്കം ഇവരെ കാണാൻ എത്തിയപ്പോൾ അതിനെ തടയുന്നൊരു നിലയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്? അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ടോ ആശുപത്രി അധികൃതരൊക്കെ തന്നെ? അക്ഷയ്, പല വിദ്യാർത്ഥികളും ഗുരുതരമായിട്ട് പരിക്കേറ്റപ്പോഴും ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യമാണ്. അതിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റവരൊക്കെ തന്നെ ചികിത്സയിലുള്ളത് RML ആശുപത്രിയിലാണ്. കഴിഞ്ഞ ദിവസം ഇവരെക്കുറിച്ച് വിവരങ്ങൾ പങ്കുവയ്ക്കാത്തത് കൊണ്ട് തന്നെ ജോൺ ബ്രിട്ടാസ് MP, അതോടൊപ്പം തന്നെ CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ RML ആശുപത്രിയിലേക്ക് എത്തി വിദ്യാർത്ഥികളെ കാണാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇവരൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ഇവർക്ക് വിവരങ്ങൾ കൈമാറാതിരിക്കുക, ഇവരെയൊക്കെ തന്നെ തടയുന്ന ഒരു സമീപനം അല്ലെങ്കിൽ അത്തരമൊരു നിലപാടാണ് എന്തായാലും RML ആശുപത്രി അധികൃതർ സ്വീകരിച്ചു പോരുന്നത്. നേരത്തെ തന്നെ ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും വലിയ പരാതി ഉയർന്നു വരുന്നുണ്ട്. അതായത് പരിക്കേറ്റ് ആശുപത്രിയിലുള്ളവരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ തയ്യാറാകുന്നില്ല എന്നൊരു കാര്യം നേരത്തെ തന്നെ കൂടുള്ള സഹപാഠികളടക്കം വലിയ ആരോപണങ്ങൾ, വിമർശനങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. എന്തായാലും അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം CPIM നേതാക്കൾക്ക് തന്നെ ഇത്തരത്തിൽ RML ആശുപത്രിയിലേക്ക് എത്തിയൊരു സാഹചര്യമുള്ളത്. ഏതായാലും ഇന്ന് ഈ പോലീസ് അതിക്രമത്തിനെതിരായിട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഈ ആശുപത്രിയിലുള്ളവരുടെ ആ വിദ്യാർത്ഥികളുടെ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ ആരോഗ്യനില സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരം കൈമാറണമെന്ന ഒരു ആവശ്യം കൂടി സുപ്രീം കോടതിക്ക് മുന്നിൽ ഉയർന്നു വരും. അക്ഷയ്, ഓക്കെ വിഷ്ണു, താങ്ക് യു. വിഷ്ണു തലവൂരാണ് ദില്ലിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചതിന്. എന്തായാലും പാർലമെന്റിന്റെ 7ാം ദിവസം, വർഷകാല സമ്മേളനത്തിന്റെ 7ാം ദിവസമാണ്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട ഹർജികൾ സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. എന്തായാലും കോടതിയുടെ ഈ വിഷയത്തിലെ നിരീക്ഷണം എന്താണ് എന്നതിലാണ് ഇനി നമ്മളൊക്കെയും തന്നെ ഉറ്റുനോക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ഒരു നിലപാട് കോടതി എടുക്കാൻ തന്നെ സാധ്യതയുണ്ട്. കാരണം അത്തരത്തിൽ വലിയൊരു പ്രക്ഷോഭമാണ് യുവജനങ്ങൾക്ക് നേരെ, വലിയ നരനായാട്ടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. അതിൽ കേന്ദ്രമന്ത്രി
രാജിവെച്ചൊഴിയുന്നൊരു നിലയൊക്കെ ഉണ്ടായി. കേന്ദ്ര സർക്കാരിന് പൂർണ്ണമായും ഈ സമരത്തിന് കീഴടങ്ങേണ്ട ഒരു നിലയൊക്കെ ഉണ്ടായി.